ഹലോ, വെൽക്കം ടു ഗെറ്റ് അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. മാത്രമല്ല എനിക്കും പേഴ്സണലി കുറെ നാളായിട്ട് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ച ഒരു $1 million വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് ഇപ്പം നിങ്ങൾ ഒരുപാട് പേരും ഇപ്പൊ കമന്റ്സിലൊക്കെ കണ്ട് എനിക്ക് മനസ്സിലായത് ഒരുപാട് പേര് അടുത്ത വർഷത്തേക്ക് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഈ സമയം എന്ന് പറഞ്ഞാൽ ക്ലാസ്സസ് തുടങ്ങുന്ന ഒരു ടൈമാണ്. എനിക്ക് തോന്നുന്നു മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലും ജൂണിലൊക്കെ ആയിരിക്കും തുടങ്ങുന്നത്, ചിലയിടത്ത് തുടങ്ങിയിട്ടാണ്. പക്ഷെ ഓൾമോസ്റ്റ് ക്ലാസ്സസ് തുടങ്ങുന്ന ഒരു സമയമാണ്. സോ ഈ ടൈമില് നിങ്ങൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രിപ്പറേഷൻ ഫേസിൽ എത്തിയിട്ട് ഇതൊക്കെ അറിഞ്ഞാൽ അപ്പൊ നമുക്ക് സമയമില്ല ഒന്നും ചെയ്യാൻ. ഈ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്കത് ഇപ്പൊ തൊട്ടേ ഇംപ്ലിമെന്റ് ചെയ്ത് പോകാമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സമയം ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ എന്നോട് കുറെ പേര് പറയുകയും ചെയ്തു എങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടത്, റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, ഈ ഒരു വർഷം എങ്ങനെയാ സ്പെൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെ. അതിപ്പം ബോത്ത് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു ബേസിക് സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ ഈ അവസാന സമയം ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. നമ്മൾ തുടക്കത്തിലെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് പോയാലാണല്ലോ ആ ഒരു ഫുൾ ഈൽഡ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതാണ് ബേസിക്കലി ഇന്നത്തെ വീഡിയോ. അപ്പോ ആദ്യത്തെ കാര്യം, മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളൊരു റിപ്പീറ്റ് ഇയർ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോൾ ഇയർ ടേക്ക് ദിസ് ഡാം സീരിയസ്. അതല്ലാണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിന്റെ കൂട്ടത്തിൽ പഠിത്തമുണ്ട്, അങ്ങനെയായിരിക്കും. ഈ ഒരൊറ്റ കാര്യത്തിലേക്ക് വേണ്ടി 100% ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. നമുക്ക് ഈ തുടക്കത്തിൽ നമുക്കൊരു ഫയർ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു എപ്പോഴും കണ്ടുവരുന്നതാണ് ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അതൊന്ന് കുറയും, ഉഴപ്പ് ആ ഒരു രീതിയിലേക്കൊക്കെ പോകും. പിന്നെ നമുക്ക് വീണ്ടും ആ ഒരു ഫയർ കിട്ടണമെങ്കിൽ മോഡൽ എക്സാംസ് എത്തണം. അങ്ങനെയൊന്നും ആയിട്ട് കാര്യമില്ല. കാരണം ഡേ 1 മുതൽ നീറ്റ് എക്സാം വരെ ഒരേ പേസിൽ ഒരേ 100 ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു റിപ്പീറ്റ് ചെയ്ത് നമുക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ്. അപ്പൊ അത് അത്രയും സീരിയസ് ആയിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ മാത്രം റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കണം. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ തീരുമാനിച്ചവരാണെങ്കിൽ അത് അത്രയും സീരിയസ് ആയിട്ട് എടുക്കുക. കാരണം ഒരിക്കലും നമ്മൾ എക്സാം കഴിഞ്ഞ് റിഗ്രറ്റ് ചെയ്യാൻ ഇടവരുത്തരുത്. അത് എപ്പോഴും എല്ലാവരും പറയുമല്ലോ, പെയിൻ ഓഫ് റിഗ്രറ്റ് ദാറ്റ് ഇസ് മോർ ദാൻ പെയിൻ ഓഫ് ഡിസിപ്ലിൻ. ഇപ്പൊ നമ്മൾ ആ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ആ പെയിൻ ഓഫ് റിഗ്രറ്റ് ഒഴിവാക്കാം. അപ്പൊ അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ഈ ഒരു ഹോൾ ഇയർ നിങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പൊ ഇതില് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ ഏറ്റവും കൂടുതൽ ഒരു ഇഫക്റ്റ് ഉണ്ടാകുന്ന കാര്യം ബാക്ക്ലോഗ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് ബാക്ക്ലോഗ്സ് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാ ക്ലാസ്സസും മര്യാദക്ക് കാണുക. അതുപോലെ തന്നെ എല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ബാക്ക്ലോഗ്സ് ഒഴിവാക്കാം. അതുകൊണ്ട് തന്നെ അവസാനമൊക്കെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ വീഡിയോസ് കാണുമായിരിക്കും, ഹൗ ടു ക്രാക്ക് നീറ്റ് ഇൻ 3 months 2 months 2 seconds എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വെറും വേസ്റ്റ് വീഡിയോസ് ആണ്. ഇപ്പം എന്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ 6 months അതല്ല ഒരു 5 മാസം വരെയൊക്കെ ആണെങ്കിലും ഇഫ് യു ഹാവ് ബേസ് അതും ഓക്കെ. അതിനിപ്പുറത്തേക്ക് ഹൗ ടു ക്രാക്ക് നീറ്റ് ഇൻ 2 days 7 days അതൊക്കെ വെറും യൂട്യൂബ് റീച്ചിന് വേണ്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ തുടക്കം തൊട്ടേ സിലബസ് ഒക്കെ ഇങ്ങനെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ അവസാനത്തെ മാസങ്ങളിലൊക്കെ യു വിൽ ബി റൈറ്റിംഗ് മോഡൽ എക്സാംസ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാകും. അപ്പം അതിനൊന്നും ഒരു കാര്യമില്ല, അപ്പൊ നമ്മൾ എന്താ പൊട്ടന്മാരാണെന്നും വിചാരിക്കും. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ആദ്യത്തെ കുറെ സമയം വെറുതെ വേസ്റ്റ് ആക്കിയിട്ട്, എന്ത് റീസൺ ആയിക്കോട്ടെ, വേസ്റ്റ് ആക്കിയിട്ട് അവസാനം കുറെ യൂട്യൂബ് ചാനലിലെ കമന്റ് സെക്ഷനിലൊക്കെ പോയിട്ട് ഇനി പഠിച്ചാൽ കിട്ടുമോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക. തുടക്കം തൊട്ടേ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. മാക്സിമം ബാക്ക്ലോഗ്സ് ഒഴിവാക്കുക. കാരണം ആ ഒരു കാര്യം ഇല്ലെങ്കിൽ തന്നെ നമ്മൾ 90% എഹെഡ് ആണ്. കുറെ കുട്ടികളെക്കാളും 90% എഹെഡ് ആണ് നമ്മൾ ബാക്ക്ലോഗ്സ് ഒഴിവാക്കിയത് തന്നെ. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ബാക്ക്ലോഗ്സ് ഒഴിവാക്കാൻ നിൽക്കും. അതുകൊണ്ട് തന്നെ വലിയൊരു ചേഞ്ചസ് ആയിരിക്കും അതുകൊണ്ടാണ്. അതിനുവേണ്ടി എന്താ ചെയ്യണമൊക്കെ എന്ന് വെച്ചാൽ എല്ലാ എക്സാംസും സീരിയസ് ആയിട്ട് എടുക്കുക. ഇപ്പം ഞാൻ പഠിച്ചത് ബ്രില്യന്റിലാണ്. അവിടുത്തെ ഒരു രീതി വെച്ചാണ് ഞാൻ പറയുന്നത്, എവറി വീക്ക് യു വിൽ ബി ഹാവിങ് എക്സാംസ്. എല്ലാ എക്സാംസും സീരിയസ് ആയിട്ട് എടുക്കുക, എല്ലാത്തിനും നല്ലതായിട്ട് പഠിക്കുക. നമ്മൾ എല്ലാ ചാപ്റ്ററിന്റെ എക്സാം എഴുതും. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിന് വേണ്ടി എല്ലാം പഠിച്ചാൽ നമ്മൾ എല്ലാ ചാപ്റ്റർ പഠിക്കുകയും ചെയ്യും, നമുക്ക് ബാക്ക്ലോഗ്സും ഉണ്ടാകത്തില്ല. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം, ബാക്ക്ലോഗ്സ് ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി എക്സാംസിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് പറയുന്നു. ഈ രണ്ടാമത്തെ കാര്യം, ക്ലാസ്സിന്റെ സമയം, അതും ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും ക്ലാസ്സിന്റെ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, 100% യൂട്ടിലൈസ് ചെയ്യാം. കാരണം നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ ഒരുമാതിരി എല്ലാം പഠിക്കാൻ ശ്രമിക്കുക. ആ കൺസെപ്റ്റ്സ് ഒക്കെ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ ക്ലിയർ ആക്കുക. പിന്നെ ബാക്കിയുള്ള സമയം നമുക്ക് സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കാം.
ഒരിക്കലും 2 മണിക്കൂറുള്ള ക്ലാസ് 4 മണിക്കൂർ കൊണ്ട് കണ്ട് പതിയെ നോട്ടൊക്കെ എഴുതി തീർക്കരുത്. എല്ലാ കാര്യങ്ങളും എഫിഷ്യന്റ് ആയിട്ട് അറ്റൻറ്റീവ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കണം. സമയം അത്രയും ലാഭിക്കണം. എന്നാൽ നമ്മുടെ ഫുള്ളസ്റ്റ് നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ അതിൽ കൊടുക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ക്ലാസ്സസിന് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ നോട്ട് ഉണ്ടാക്കും. ഇപ്പം റിലേയൊക്കെ ആണെങ്കിൽ നമുക്ക് ലെക്ചർ നോട്ടും സ്റ്റഡി പാക്കേജും എല്ലാത്തിലും നോട്ടുണ്ട്. അതെല്ലാം അവിടെ ഇരുന്നോട്ടെ. യു ഹാവ് ടു മേക്ക് യുവർ ഓൺ. ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നോട്ട് ഉണ്ടാക്കണം. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചും അവർ കൂടുതൽ ഇമ്പോർട്ടന്റ് ഏതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം. മാത്രമല്ല ഇപ്പം ഏകദേശം ഒരു ചാപ്റ്റർ തീരാൻ ഒരാഴ്ചയിൽ കൂടുതലൊക്കെ സമയം എടുക്കാം. കാരണം ഒരാഴ്ചയിൽ 5 ദിവസമാണ് ക്ലാസ് ഉള്ളൂ. അപ്പൊ അതിനേക്കാളും കൂടുതൽ സമയം എടുക്കും. അപ്പം നമ്മൾ ആ ഒരു ചാപ്റ്റർ തീർന്ന് ആ എക്സാം വീക്കിലി എക്സാമിന് വരുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ ഷോർട്ട് നോട്ടും കൂടി ഉണ്ടാക്കിയിരിക്കുക. അപ്പൊ ഓരോ ചാപ്റ്റർ വെച്ച് ചെയ്യാൻ എളുപ്പമായി. ഇപ്പം എന്റെ കേസിൽ ഞാൻ ബയോളജിക്കൊന്നും ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഫിസിക്സ്, ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക്കിനാണ് ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓർഗാനിക്കിനും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ആ ചാപ്റ്റർ തീരുമ്പോൾ അതിന്റെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി. പിന്നെ ഈ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഷോർട്ട് നോട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അവസാനത്തെ സമയത്ത്, ഈ മോഡൽ എക്സാമിന്റെ ഒക്കെ സമയത്ത് നമ്മൾ അറ്റ് എ സ്ട്രെച്ച് ഒരു 5-6 ചാപ്റ്റർ ഒക്കെ റിവൈസ് ചെയ്യാൻ എടുക്കുമ്പോഴാണ് ഷോർട്ട് നോട്ടിന്റെ ആവശ്യമുള്ളത്. അതിന് മുന്നേ എത്ര വട്ടം നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ലോങ് നോട്ട്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ ലെക്ചർ നോട്ട്സ്, അത് വേണം റിവൈസ് ചെയ്യാൻ. കാരണം നമ്മൾ ഈ ലെക്ചർ നോട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഷോർട്ട് നോട്ടിൽ എഴുതത്തില്ല. ഏറ്റവും ക്രിസ്പായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതൂ. പക്ഷെ അതുകൊണ്ട് തന്നെ അത്ര ഇമ്പോർട്ടന്റ് അല്ല നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ മറ്റേ ലെക്ചർ നോട്ടിലായിരിക്കും കിടക്കുന്നത്. അതിൽ നിന്നും വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ ലെക്ചർ നോട്ട് തന്നെ റിവൈസ് ചെയ്യും. അപ്പൊ ഒരു 2-3 റിവിഷനൊക്കെ എത്തുമ്പോഴത്തേക്കും ഇറ്റ് വിൽ നോട്ട് ടേക്ക് മോർ ദാൻ 5 minutes. അത്രയും സ്പീഡിൽ നമുക്ക് മറിച്ചു പോകാം. അപ്പൊ അവസാനം കുറെ ചാപ്റ്റേഴ്സ് ഒന്നിച്ച് നോക്കുമ്പോഴൊക്കെയാണ് ഷോർട്ട് നോട്ട് ഉപയോഗിക്കാവുള്ളത്. എപ്പോഴും ഷോർട്ട് നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മാത്രം നോക്കിക്കൊണ്ടിരിക്കരുത്. കാരണം നമ്മൾ എവിടെയും ഒരു എന്താ പറയുക, എവിടെ ഒരു ലൂപ്പ് ഹോൾ ഇടാതിരിക്കുക. എല്ലാം നമ്മൾ 100% ഇങ്ങനെ വൈപ്പ് ഔട്ട് ചെയ്ത് വേണം കൊണ്ടുവരാൻ. അതാണ് ഷോർട്ട് നോട്ട്സിന്റെ കാര്യം. ആൻഡ് നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഡേ 1 മുതൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അതായത് കുറച്ച് പോർഷൻസ് ആണ് പഠിച്ചിട്ടുള്ളൂ. 1ാമത്തെ ദിവസം അധികം പഠിപ്പിച്ചിട്ടുണ്ടാവത്തില്ല. ബയോളജി കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. NCERT വായിക്കുക, പ്രോബ്ലം ചെയ്യാം, MCQs ചെയ്യാം. ഫിസിക്സ് കുറച്ച് ഒരു ടോപ്പിക് ആയിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക, അതിന്റെ പ്രോബ്ലംസ് ചെയ്യണം. ഡേ 1 മുതൽ പ്രോബ്ലംസ് ചെയ്യാം. ആദ്യമൊക്കെ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്, ഒരുപാട് സമയം എടുക്കും. പക്ഷെ അത് ചെയ്തോണ്ടേ ഇരിക്കുക. എല്ലാ ദിവസവും പ്രോബ്ലംസ് ചെയ്യാം. അതിന്റെ ഒരു ടച്ച് വിട്ടുപോകും. കാരണം ഈ ടച്ച് വിട്ടുപോകുക എന്ന് പറയുന്ന കാര്യം മിസ്റിയും. കാരണം ഇപ്പൊ നീറ്റ് എക്സാം കഴിഞ്ഞ ഒരു 2 ആഴ്ച മേളിലായില്ലേ. ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ മുന്നേ ചെയ്ത് അത്ര സ്പീഡിൽ ചെയ്യാൻ ഒക്കത്തില്ല. നമ്മൾ ആ ഒരു റിതം എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ആ നീറ്റ് എക്സാം വരെ അത് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം ആ ഒരു ഡേ 1 മുതൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. ഇനി ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ, ഈ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും യു ഹാവ് ടു മേക്ക് എ ലിസ്റ്റ് ഓഫ് ബേസിക് സെറ്റ് ഓഫ് കുറച്ച് മെറ്റീരിയൽസ്. അതായത് ഞാൻ ഒരു എക്സാമിന് മുന്നേ ഇത്രയും മെറ്റീരിയൽസ് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത്. ഒരു എക്സാമിന് മുന്നേ ഞാൻ ബ്രില്ലിന്റെ വർക്ക് ബുക്ക് ചെയ്യും. അതുപോലെ ഞാൻ സ്റ്റഡി പാക്കേജും ചെയ്യും. അത് എക്സ്ട്രാ സമയം ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നുകൂടി റിവൈസ് ചെയ്യും. അങ്ങനെ ഒരു ബേസിക് സെറ്റ് ഓഫ് മെറ്റീരിയൽസിന്റെ ഒരു പ്ലാൻ നിങ്ങൾക്ക് വേണം. അത് മാത്രമല്ല, അത് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇപ്പം നിങ്ങൾ എല്ലാം കറക്റ്റ് റെക്കോർഡ് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല. പേജിന്റെ ഇൻഡെക്സിൽ ഒരു ടിക്കറ്റ് കൊടുത്താൽ മതി നമ്മളത് ചെയ്തു. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് വീണ്ടും റിവൈസ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോബ്ലംസും നമുക്ക് വീണ്ടും റിവൈസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ സമയം കിട്ടുമെന്നുള്ളപ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇപ്പൊ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അവസാനം കൂടി റിവൈസ് ചെയ്യണം, മോഡൽ എക്സാമിന്റെ സമയത്തൊക്കെ ആണെങ്കിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒരു എന്താ പറയാ, നമുക്കൊന്ന് അറിഞ്ഞാൽ മതിയാ. ഞാൻ ഈ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ടോ, അപ്പൊ എനിക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യണം എന്ന് അറിഞ്ഞാൽ മതി. അല്ലാണ്ട് എല്ലാം ഫുൾ റെക്കോർഡ് കീപ്പ് ചെയ്ത് ഇത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം എടുത്താലൊന്നും ആവശ്യമില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, ഞാൻ എന്തൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. കാരണം ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് 1000 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് 250 എണ്ണം കാണുമായിരിക്കും. ആ 250 എണ്ണം 4 വട്ടം ചെയ്യുന്നത് തന്നെയാണ് 1000 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ട് ബെനിഫിഷ്യൽ ആവുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തേ മതിയാവും.
ഇനി എനിക്ക് ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയാനുള്ളത് ബാക്ക്ലോഗ്സിന്റെ കാര്യം തന്നെയാണ്. അത് ഒരു ചാപ്റ്റർ മാത്രമല്ല, ഒരു ടോപ്പിക്ക് പോലും നിങ്ങൾ ലീവ് ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് പ്യൂരിഫിക്കേഷൻ ചാപ്റ്റർ, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ കെമിസ്ട്രിയിലെ ആ ഒരു കളേഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ഞാനത് ഇടയ്ക്ക് പഠിക്കും, പക്ഷെ മറന്നു റിവൈസ് ചെയ്യാനേ തോന്നത്തില്ലായിരുന്നു. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ വിടുമായിരുന്നു. പക്ഷെ ഒരു 1 ഫൈൻ ഡേ ഞാൻ അത് ഇരുന്നങ്ങ് പഠിച്ചു. എന്തായാലും ഇതിനകത്തുനിന്ന് വിടാൻ പോകുന്നില്ല ഞാൻ വിചാരിച്ചു ഇരുന്നങ്ങ് പഠിച്ചു. അതിനകത്തുനിന്ന് അത്യാവശ്യം പോയിന്റ്സ് ഒക്കെ ഞാൻ വേറൊരു ഷോർട്ട് നോട്ട് പോലെ എഴുതിയെടുത്തു. ഓൾറെഡി എന്റെ നോട്ട് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. ഷോർട്ട് നോട്ട് പോലെ എഴുതിയെടുത്തു. ഒരു 5 ദിവസം അടുപ്പിച്ച് വായിച്ചു. എവറി ഡേ 5 ദിവസം അടുപ്പിച്ചത് വായിച്ചു. ഇപ്പൊ എനിക്ക് എല്ലാ കോമ്പേഴ്സിന്റെയും കളേഴ്സ് അറിയാം. എന്ന് വെച്ചാൽ നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യണം. ഒരു ടോപ്പിക് പോലും നമുക്ക് ലീവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് ഭയങ്കര പാട് ക്വസ്റ്റ്യൻ വന്നാൽ തീർന്നില്ലേ. നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തൊരു ടോപ്പിക്കിന് എളുപ്പം ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും വരാം. ഇപ്പം എല്ലാവർക്കും നല്ല എളുപ്പമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് ഡൈമെൻഷൻസ്. അതിൽ നിന്ന് വരുന്ന സ്ക്രൂ ഗേജിന്റെ മണ്ണിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഈസിയാണ്. പക്ഷെ ആ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഈ വർഷം ഇട്ടിരിക്കുന്നത്. അത് കറക്റ്റ് ആക്കിയവരുണ്ടായിരിക്കും, എനിക്കും കറക്റ്റ് ആയി. പക്ഷെ അത് തെറ്റിച്ചവരുടെ അളവും ഭയങ്കര കൂടുതലായിരിക്കും. ഒന്നാമത് ക്വസ്റ്റ്യൻ നല്ല ലെങ്തി ആണ്. ഒരു ട്വിസ്റ്റ് അധികാരം ശ്രദ്ധിക്കാൻ തോന്നും. അപ്പൊ നമ്മൾക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള ചാപ്റ്റർ ആയതുകൊണ്ട് നമ്മളത് എഴുതും. അപ്പൊ അത് തെറ്റാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചാപ്റ്റർ ഒരു ടോപ്പിക്കും ലീവ് ചെയ്യരുത്, എല്ലാം പഠിക്കും. മാത്രമല്ല ഇപ്പൊ നമ്മൾ ആദ്യമേ പഠിക്കാണ്ട് ലീവ് ചെയ്ത ഒരു പോർഷൻസ് ഒക്കെ നമ്മൾ ഒരു ദിവസം ഇരുന്ന് അങ്ങ് പഠിച്ചു, പിന്നെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. വിചാരിക്കും നമ്മൾ ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും അതിൽ നിന്ന് വരുന്ന ചോദ്യം എഴുതാനുള്ള പ്രോബബിലിറ്റി കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക്കും മിസ്സാക്കരുത്. അപ്പം ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ യു വിൽ ബി അഹെഡ് ഓഫ് 95% ഓഫ് ദി സ്റ്റുഡൻസ്. കാരണം എല്ലാവരും ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് അവർക്കൊരു ചൂട് വരുത്തുള്ളൂ. നിങ്ങളിത് നോക്കിക്കോ, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയിട്ട് ഒരു അവസാനത്തെ 2 മാസമൊക്കെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാ ദിവസവും കംപ്ലീറ്റ്ലി നിങ്ങൾ സിലബസ് ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും വേറെ പിള്ളേരൊക്കെ റാഷന് ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓരോ യൂട്യൂബ് ചാനലിന്റെ കമന്റ് സെക്ഷനിലൊക്കെ പോയിട്ട് ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവരെക്കാൾ ഫാർ അഹെഡ് ആണ്. അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര എന്താ പറയാ, ഒരു ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കോൺഫിഡൻസ് ആണ്. അത്രയും പേരുടെ ഹെഡിലാണ് നമ്മൾ. പിന്നെ നമ്മുടെ ഒപ്പവും നമ്മുടെ മുന്നേ നിൽക്കുന്ന കുറച്ചു പേരെ നമ്മൾ ഡീൽ ചെയ്താൽ മതി. അത് തരാൻ പോകുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കര വലുതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തൊട്ട് നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നത് അവിടെ തൊട്ട് നിങ്ങൾ ഫുൾ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പിന്നെ പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ഒരാഴ്ച ഇപ്പൊ നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞത് കേട്ടത് വെച്ച് നിങ്ങൾ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണം, ഒരു റിയലിസ്റ്റിക് ഷെഡ്യൂൾ. അടുത്ത ആഴ്ചത്തെ എക്സാമിലേക്ക് ഇതൊക്കെയാണ് എന്റെ ഒരു പ്ലാൻ. ഇപ്പൊ ഓൺലൈൻ ആണെങ്കിൽ ഈ ആഴ്ച പഠിപ്പിക്കുന്ന അതേ ചാപ്റ്റേഴ്സ് തന്നെയായിരിക്കും മിക്കവാറും എക്സാമിന് വരുന്നത്. ഓഫ്ലൈൻ ആണെങ്കിൽ മുന്നേ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ ഇപ്പൊ പഠിപ്പിച്ചത് തന്നെയായിരിക്കും വരുന്നത്. എന്താണെങ്കിലും പഠിപ്പിക്കുന്നത് അന്ന് തന്നെ പഠിക്കുക. എന്റെ വീക്കിലി എക്സാമിന് വേണ്ടി ഇതാണ് എന്റെ പ്ലാൻ എന്ന് പറഞ്ഞ ഒരു റിയലിസ്റ്റിക് ഷെഡ്യൂൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് ഞാൻ ബയോളജി എക്സാമിന് മുന്നേ 3 വട്ടം, മിക്കപ്പോഴും 1-2 ചാപ്റ്റർ ഒക്കെ കാണത്തുള്ളൂ വീക്കിലി എക്സാമിന് ബയോളജി. 2-3 വട്ടത്തിൽ കൂടുതൽ വായിക്കാൻ ഇഷ്ടംപോലെ സമയം കിട്ടുകയും ചെയ്യും. മിനിമം ഞാൻ എക്സാമിന് മുന്നേ 2 വട്ടം വായിക്കും. ഫിസിക്സ് ഞാൻ ഒരു 150 ചോദ്യം ചെയ്യും, കെമിസ്ട്രി ഞാനൊരു 200 ചോദ്യം ചെയ്യും. അങ്ങനെയൊക്കെ ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വേണമെന്നല്ല, നിങ്ങൾക്ക് ഒരു ബേസിക് സെറ്റ് ഓഫ് ഒരു ടു ഡു ലിസ്റ്റ് വേണം. ഞാൻ വീക്കിലി എക്സാമിന് വേണ്ടി ഇത്രയും കംപ്ലീറ്റ് ചെയ്യും എന്നൊരു സാധനം. ഇനിയിപ്പം അത് കംപ്ലീറ്റ് ചെയ്താലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഡോണ്ട് സ്കിപ്പ് എക്സാംസ്. എക്സാം ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഒരു ഐഡിയ ഇല്ലാണ്ടല്ല നമ്മൾ എന്തായാലും എക്സാമിന് പോകുന്നത്. നമ്മൾ ക്ലാസ് കണ്ടു, കുറച്ചൊക്കെ പഠിച്ചു, നമ്മൾ ഉദ്ദേശിച്ച അത്ര ചെയ്യാൻ ഒത്തില്ല എന്നേ ഉള്ളൂ. അത് കാരണം പറഞ്ഞ് നമ്മൾ എക്സാം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇപ്പൊ നമ്മൾ നീറ്റ് എക്സാം എഴുതുകയാണെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും തലേദിവസം നോക്കുന്നൊന്നുമില്ല. ചില കാര്യങ്ങൾക്ക് 1 മാസം മുന്നേ പഠിച്ച ഓർമ്മയായിരിക്കും നമ്മൾ അവിടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം പഠിച്ച് ഫുൾ സെറ്റ് ആയി. ഐ ഹാവ് സീൻ സോ മെനി ചിൽഡ്രൻ ലൈക്ക് ദാറ്റ്. അതായത് എല്ലാം പഠിച്ച് ഫുൾ സെറ്റ് ആയാൽ മാത്രമാണ് എക്സാം എഴുതുള്ളൂ. അങ്ങനെയൊന്നും ചെയ്യരുത്. എക്സാം ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല ഈ തുടക്കത്തിലെ ഫേസിലെ എക്സാംസ് ഒക്കെ കുറച്ച് ഈസി ആയിരിക്കും. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ഇത്തിരി ടൈറ്റ് ആവും. മാർക്കിൽ കുറച്ച് ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരും. അതൊന്നും ഇപ്പൊ നോക്കണ്ട. മാർക്ക് റാങ്കിനെയൊക്കെ പറ്റി ഒബ്സസ്ഡ് ആകാനുള്ള സമയമുണ്ട്. മോഡൽ എക്സാംസിന് ഫുൾ സിലബസ് ടെസ്റ്റ് വരുമല്ലോ. അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ മാർക്കും റാങ്കും നോക്കേണ്ടത്. അതിന് മുന്നേയുള്ള യൂണിറ്റ് എക്സാം വരെ പോലെ, അല്ലെങ്കിൽ കോമ്പിനേഷനിലും കമ്പൈൻഡ് യൂണിറ്റിലും ഒന്നും യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് യുവർ മാർക്സ്, റാങ്ക് ഒന്നും. വൺസ് നമ്മൾ ആ ഫുൾ യൂണിറ്റ് ടെസ്റ്റ് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ മാർക്കിനെയും റാങ്കിനെയൊക്കെ നോക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാനൊക്കെ.
അതുവരെയും റാങ്കിനെ പറ്റിയോ മാർക്കിനെ പറ്റിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പഠിക്കുക. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ, നമ്മുടെ ഒരു ഷെഡ്യൂൾ, എപ്പോഴും ഒരു വീക്ക്ലി ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. ഒരുപാട് ലോങ് ടേമിലേക്കുള്ള ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ അത് അത്ര വർക്ക്ഔട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇടയ്ക്കൊരു ദിവസം വിട്ടാലും അല്ലെങ്കിൽ ഇടയ്ക്കൊരു ചാപ്റ്റർ വിട്ടാലും അത് പെൻഡിങ് ആയി പോകും. ഞാനൊക്കെ ഒരു വീക്കിലേക്കുള്ള ഷെഡ്യൂളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഞാൻ ഒരു 5 മണി തൊട്ട് 7 മണി വരെ ബയോളജി, 10 മണി തൊട്ട് 12 മണി വരെ ഫിസിക്സ്, അങ്ങനെയൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഈ ഒരാഴ്ച ഇത്ര ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യണം, ഈ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എക്സാംസ് സ്കിപ്പ് ചെയ്യരുത്. എക്സാംസിന്റെ മാർക്ക് ഓർത്ത് ഒരുപാട് സന്തോഷിക്കുകയോ ഒരുപാട് സങ്കടപ്പെടുകയോ ചെയ്യരുത്. നമ്മൾ നമ്മുടെ വർക്കിൽ ഫോക്കസ് ചെയ്യേണ്ട സമയമാണിത്. മാർക്കിൽ ഫോക്കസ് ചെയ്യേണ്ട സമയം വരും, ഞാൻ പറയും. ഓക്കെ, നെക്സ്റ്റ് തിങ്, ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഓൺലൈൻ ആണെങ്കിൽ അത് അത്ര ഇതായിട്ട് തോന്നത്തില്ല. പക്ഷെ ഓഫ്ലൈനിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ആയിരിക്കും. നമ്മുടെ കൂടെ ഉള്ളവർ ചിലപ്പോൾ നീറ്റ് ജസ്റ്റ് മിസ്സിന് പോയിട്ട് വന്നവരായിരിക്കും. അപ്പൊ അവർക്ക് ഓൾറെഡി എല്ലാം അറിയാം. അവരൊരു സെക്കൻഡ് ചാൻസിന് വരുവാണ്. ഓക്കെ, അപ്പം അത് കണ്ടിട്ട് എനിക്കൊന്നും അറിയത്തില്ല, എനിക്കിത് മനസ്സിലാവുന്നില്ല, ഇത് ഇത്ര പാടായിരിക്കും. മാത്രമല്ല ഇനിയിപ്പോ അടുത്ത വർഷത്തെ എക്സാമിന് കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഇപ്പൊ ഈ വർഷമൊക്കെ കഴിഞ്ഞ വർഷത്തെ എക്സാമിന്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുന്നത്. പക്ഷെ അടുത്ത വർഷം കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. അപ്പൊ അത് കണ്ട് എനിക്കിത് പറ്റത്തില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊരു ഗിവ് അപ്പ് മെന്റാലിറ്റി ഒരിക്കലും വരാൻ പാടില്ല. കാരണം ഇപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിലെ കുറച്ച് ചാപ്റ്റേഴ്സ് കഴിഞ്ഞ് കുറച്ച് പാടായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് എനിക്കൊരു ഗിവ് അപ്പ് മെന്റാലിറ്റി വരും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മാത്രമല്ല ഓഫ്ലൈൻ ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് ഒരു ഭാഗം വിട്ടുപോയി കഴിഞ്ഞാൽ എനിക്കൊരു കണ്ടിന്യൂഷൻ കിട്ടാത്തൊക്കെ പോലെ തോന്നിയത്. അപ്പൊ ഒരിക്കലും ഗിവ് അപ്പ് മെന്റാലിറ്റി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രണ്ട്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം, പ്രൊഫസേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇനി അതല്ലെങ്കിൽ ബ്രില്യന്റ് ആണെങ്കിൽ ഒരുപാട് വർഷം മുമ്പുള്ള വരെ ക്ലാസ്സസ് അതിൽ കിടപ്പുണ്ട്. ഇഷ്ടമുള്ള ടീച്ചറിനെ തെരഞ്ഞെടുത്തത് കാണാനുള്ളൂ. ആ പെർട്ടിക്കുലർ പോർഷൻ മാത്രമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഗിവ് അപ്പ് മെന്റാലിറ്റി വരാൻ പാടില്ല. നെക്സ്റ്റ് തിങ് എന്താന്ന് വെച്ചാല് NCERT. എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ ഭയങ്കര കൺഫ്യൂഷൻസും ഉള്ള ഒരു ഏരിയ ആണ് NCERT. കുറെ പേര് ചോദിക്കുന്നുണ്ട് NCERTയുടെ ഏത് എഡിഷൻ ആണ് എടുക്കേണ്ടതെന്ന്. ഒന്നും നോക്കണ്ട, പുതിയ എഡിഷൻ, ഏറ്റവും പുതിയ എഡിഷൻ വേണം എടുക്കാൻ. കാരണം ഇപ്പം ഈ ഒരു നീറ്റ് എക്സാമിന് കുറച്ചു നാൾ മുന്നേ NCERTയിൽ വീണ്ടും അപ്ഡേഷൻ വന്നു. അത് പക്ഷേ നീറ്റ് 2026 വേണ്ടിയുള്ളതാണ്. അപ്പൊ അടുത്ത വർഷം എഴുതുന്നവര് ഏറ്റവും പുതിയ NCERT എഡിഷൻ വേണം ഉപയോഗിക്കാൻ. പഴയ എഡിഷൻ ഉപയോഗിക്കരുത്. കാരണം എന്തെങ്കിലും ഒരു കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ പോലെ വന്നാൽ അവർ പുതിയ NCERT മാത്രമേ നോക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ NCERT വേർഷൻ വേണം നിങ്ങൾ ഉപയോഗിക്കും. ഇനി സബ്ജക്ട് വൈസ് പറയുകയാണെങ്കിൽ ബയോളജി, കെമിസ്ട്രി ഉറപ്പായിട്ടും NCERT വായിക്കണം. ബയോളജി എല്ലാവരും വായിക്കുന്നുണ്ടായിരിക്കും. അത് ഈച്ച് ആൻഡ് എവറി വേർഡ്, സമ്മറി, അതുപോലെ അതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ എല്ലാം വായിക്കണം. അല്ലെങ്കിൽ NCERT ബുക്കിന്റെ പ്രൈസും കൂടി ഓർമ്മിച്ചോ. അത്രയും ഇമ്പോർട്ടന്റ് ആണ് ബയോളജി, NCERT. ഇനി ഇപ്പൊ കെമിസ്ട്രിയിലേക്ക് വരുവാണെങ്കിലും ഓർഗാനിക് ഉറപ്പായിട്ട് വായിക്കണം. ഓർഗാനിക് എനിക്ക് തോന്നുന്നു അധികം പേര് വായിക്കത്തില്ല. നമ്മൾ കോച്ചിങ് സെന്റേഴ്സിലെ നോട്ടൊക്കെയാണ് എടുക്കുന്നത്. പക്ഷെ ഡോണ്ട് ഡു ദാറ്റ്. ഓർഗാനിക് ഉറപ്പായിട്ട് വായിക്കണം. എത്ര വട്ടം റിവൈസ് ചെയ്യുന്നു അത്രയും വട്ടം വായിക്കണം ഇൻഓർഗാനിക്. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി ഇഫ് യു ഹാവ് ടൈം നിങ്ങൾക്ക് വായിക്കാം. ഫിസിക്സ് ആണെങ്കിലും ഇപ്പം ഈ ഒരു തുടക്കത്തിലെ തുടങ്ങുമ്പോൾ യു ഹാവ് ടൈം. ഒരു 3 മാസം മുന്നേ 5 മാസം മുന്നേ തുടങ്ങുന്നവരെ പോലെ അല്ല. യു ഹാവ് എ ഹോൾ ഡാം ഇയർ അഹെഡ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ. ഇനി വായിച്ചില്ലെങ്കിലും മിനിമം ചെയ്യേണ്ടത് ഫിസിക്സ് NCERT ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും സമ്മറി നോക്കുക, സമ്മറി വായിക്കുക. അതുപോലെ ഫിസിക്സിലെ പോയിന്റ്സ് ടു പോണ്ടർ, അതൊക്കെ സോൾവ്ഡ് എക്സാമ്പിൾസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ആൻഡ് മറ്റേ പുറകിലുള്ള എക്സസൈസ്, അത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്നും നീറ്റിന് വരില്ല എന്നായിരുന്നു ഇത്രയും നാളത്തെ ഒരു ഇത്. പക്ഷേ ഈ വട്ടം വന്നിട്ടുണ്ട്. എത്ര ലെങ്തി പ്രോബ്ലം ആണെങ്കിലും അത് വന്നിട്ടുണ്ട്. നമ്മൾ കുറെ വട്ടം ചെയ്ത് നമുക്ക് ആൻസർ അറിയാമെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഉണ്ടാവും. അവിടെ ഇരുന്ന് നമുക്ക് എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. ഈ വട്ടം നീറ്റിന് ഒരു NCERT എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഞാൻ അത് ചെയ്തിട്ടില്ല, കാരണം അത് ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ ലീവ് ചെയ്യും. ഇതൊന്നും നീറ്റിന് വരത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പം ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും NCERT സമയമുള്ള പോലെ വായിക്കുക. അതുപോലെ സമ്മറി, പോയിന്റ്സ് ടു പോണ്ടർ, സോൾവ്ഡ് എക്സാമ്പിൾസ്, എക്സസൈസ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രിയുടെ പുറകിലാണെങ്കിലും എക്സസൈസ് ഉണ്ട്. അത് ചെയ്ത് പഠിച്ച നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി കിങ്സ് ആൻഡ് ക്യൂൻസ്. അത്രയും എക്സാമ്പിൾസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഹൈഡ്രോകാർബൺ മുതൽ അമീൻസ് വരെ പഠിക്കുന്ന എല്ലാ റിയാക്ഷൻസും അതിനകത്ത് കൂടി കുഴച്ചാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓർഗാനിക് കെമിസ്ട്രിക്ക് വേറൊന്നും വേണ്ട. ഞാൻ പേഴ്സണലി ഓർഗാനിക് കെമിസ്ട്രിക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ NCERT-നകത്തുള്ള സോൾവ്ഡ് എക്സാംസും എക്സസൈസും ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ബ്രില്യന്റ് മെറ്റീരിയൽസ് ആണെങ്കിലും ഞാൻ ഓർഗാനിക്കിന് അധികം
ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ NCERT തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പം അതാണ് NCERT പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യത്തില് ടേക്ക് നോട്ട്സ്, ഡു ഇറ്റ് സിൻസിയർലി. 100% സിൻസിയർ ആയിട്ട് ചെയ്യുമ്പോൾ യു വിൽ ഡെഫിനറ്റ്ലി ക്രാക്ക് നെക്സ്റ്റ് ഇയർ. ഉറപ്പായിട്ടുള്ള കാര്യം. കാരണം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ഇറ്റ് ടുക്ക് മീ 3 years. 3 വർഷം റിപ്പീറ്റ് ചെയ്താൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. നമ്മളോട് ആരും ഇങ്ങോട്ട് വന്ന് പറയത്തില്ല ഇങ്ങനെ പഠിക്കും, വീക്കിലി എക്സാംസിന് ഇങ്ങനെ പഠിക്കും, മോഡൽ എക്സാമിന് അങ്ങനെ പഠിക്കും, ആദ്യം NCERT വായിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കും, പിന്നീട് സ്പീഡിൽ വായിക്കും. അങ്ങനെയൊന്നും ആരും വന്ന് പറയത്തില്ല. നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് ഇങ്ങനെ ട്രയൽ ആൻഡ് എറർ വഴി ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരും പറയത്തില്ലേ ഇങ്ങനെ ഫെയിലിയറിനാണ് നമ്മൾ പഠിക്കാനെന്നൊക്കെ. അതുപോലെ തന്നെ ഫെയിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോറിയിൽ നിന്ന് നമ്മൾ പഠിക്കണം. എന്തുകൊണ്ടാണ് അവർ ഫെയിൽഡ് ആയത്, ആൻഡ് അറ്റ് ലാസ്റ്റ് എന്തുകൊണ്ടാണ് അവർ സക്സസ് ആയത്, എന്തൊക്കെയാണ് അവർ ചെയ്ത തെറ്റുകൾ എന്നൊക്കെ മനസ്സിലാക്കി നമ്മളത് ചെയ്യാണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മൾ വിന്നർ ആവുന്നത്. അപ്പം ഈ 3 വർഷം ഞാൻ ചെയ്ത തെറ്റുകൾ കൊണ്ടാണ് എനിക്ക് ഈ വർഷം അത് തിരുത്താൻ പറ്റിയത്, അത് മനസ്സിലാക്കി തിരുത്താൻ പറ്റിയത്. അപ്പം എനിക്കത് 3 വർഷം എടുത്തത് മേ ബി ഐ എം അൺലക്കി. ചിലർക്ക് അത് ആദ്യം തന്നെ മനസ്സിലായി, ആദ്യം തന്നെ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കും, അവര് പാസ്സായി പോകും. പക്ഷെ ഇറ്റ് ടുക്ക് മീ 3 years ഫോർ മീ. 3 വർഷം എനിക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റി. ഞാൻ എല്ലാ കാര്യങ്ങളും ഇതേപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ ഈ വർഷം ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതെന്റെ പ്രിപ്പറേഷനിലാണെങ്കിലും മാർക്കിലാണെങ്കിലും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ റിപ്പീറ്റിലെ സമയത്തെ മാർക്കും സൂപ്പർ റിപ്പീറ്റിലെ സമയത്തെ മാർക്കൊക്കെ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങൾ. അപ്പം ഇത് നിങ്ങളും ഇങ്ങനെ നിങ്ങളുടെ റിപ്പീറ്റ് ജേർണിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ അത് അത്രയും യൂസ്ഫുൾ ആയിരിക്കും. അത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങൾ നീറ്റ് ക്രാക്ക് ചെയ്തിട്ട് തിരിച്ച് ഈ വീഡിയോയിൽ വന്ന് കമന്റ് ചെയ്യണം. അതാണ് എനിക്ക് വേണ്ടത്. എന്ന് വെച്ചാൽ അത്രയും ഞാൻ കോൺഫിഡന്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അത്രയും കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന റിസൾട്ടിനെ പറ്റി. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലേ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പം അവർ നന്നായിട്ട് പഠിക്കട്ടെ. അപ്പം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല എനിക്ക് കുറെ പേര് മെയിൽ അയക്കുന്നുണ്ട്. അത് മാത്രമല്ല എന്നോട് പേഴ്സണലി എങ്ങനെ സംസാരിക്കാന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൊടുക്കാം. ആക്ച്വലി അത് പ്രൈവറ്റ് അക്കൗണ്ട് ആണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കണം, അങ്ങനെ പേഴ്സണലി സംസാരിക്കണം എന്നുള്ളവർക്ക് അത് ഫോളോ ചെയ്ത് എനിക്ക് മെസ്സേജ് അയക്കണം. കാരണം ഇമെയിലിനെക്കാളും കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം ആണല്ലോ. ഞാൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് താഴെ കൊടുത്തിട്ട് അതുകൂടി ഫോളോ ചെയ്യും.